ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും, നമ്മളിന്ന് സമോസയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ സമോസ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ രീതിയിലല്ല, നമ്മൾ എയർ ഫ്രയർ വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ സമോസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, അതും എണ്ണയൊന്നും ഇല്ലാതെ എയർ ഫ്രയറിൽ വെച്ചിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമ്മൾ സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കുറച്ച് പച്ചക്കറികളാണ് ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്, സവാള, ക്യാരറ്റ്, പിന്നെ പച്ചമുളക്. ഇത്രയും നമ്മൾ അത് ആവശ്യത്തിന് മതി, നമ്മൾ എത്രയും ഉണ്ടാക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സമോസ ഷീറ്റ്സ് ആണ്. സമോസ ഡോ ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ വാങ്ങാൻ കിട്ടും. സ്വിറ്റ്സിൻ്റെ ആണിത്. 50 ഷീറ്റ് ഇതിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഇതൊക്കെ ചെറിയ ക്യൂബ് രീതിയിൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ടത് ഗ്രീൻ പീസ് ആണ്. അതപ്പം നമ്മൾ വേവിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അരിഞ്ഞു വെച്ചതൊക്കെ നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി കുക്കറിലേക്ക് ഇട്ടു. കറിവേപ്പിലയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇനി നമ്മളിത് വേവിക്കാനായിട്ട് അടച്ചു വെക്കുവാണ്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും നമ്മൾ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചു. അപ്പോൾ ഇനി നമ്മൾ പാത്രം വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ സവാള വഴറ്റിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുത്തു. അതിനെയും ചെറുതായിട്ടൊന്ന് വരണ്ട് വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി പേസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ പേസ്റ്റാക്കി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറികളെല്ലാം കൂടെ നമ്മൾ വേവിക്കാൻ വെച്ചത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് കൂടെ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മറ്റേത് വേവിക്കാൻ നേരം നമ്മൾ ഇട്ടതാണെങ്കിലും ഇടുക. ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, നമ്മുടെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവേ. നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ സമോസയ്ക്കകത്ത് വെക്കുന്ന ആ ഒരു ഫില്ലിങ്. ഈ ഒരു പരുവാവണം. അപ്പോൾ ഇനി നമ്മുടെ സമോസ ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സമോസ ഷീറ്റിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ മൈദയും വെള്ളവും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഷീറ്റ് മടക്കുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ സമോസയ്ക്ക് വേണ്ടിയിട്ട് ഷീറ്റ് എടുക്കുമ്പോൾ നമ്മൾ മടക്കാൻ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഒരു മടക്കൂടെ മടക്കിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മൈദയും വെള്ളവും കൂടെ നമ്മൾ മിക്സ് ചെയ്തത് വെച്ച് കൊടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ ഇത് വെച്ചേക്കുവാണ്. അപ്പം ഓരോന്നായിട്ട് നമ്മൾ ഇതേപോലെ മടക്കിയെടുത്ത് ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുവാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യുമല്ല, പക്ഷേ നമ്മൾ മുകളിലായിട്ട് എണ്ണ തേച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തു. 15 മിനിറ്റ് 200 ഡിഗ്രിയിൽ നമ്മളിത് വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് നോക്കാം, അതിൻ്റെ പരുവൊക്കെ നോക്കിയിട്ട് വീണ്ടും നമുക്ക് വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ
അപ്പോൾ ഇതേ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയറിൽ നമ്മൾ വെക്കുമ്പോൾ എന്തായാലും നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു കളറൊന്നും നമുക്ക് കിട്ടത്തില്ല. കളറ് ഈ രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ സംഭവം റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സമൂസയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കി അഭിപ്രായമൊക്കെ നിങ്ങളുടെ കമൻസ് ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ.